ഹായ് ഗൈസ്, ഹൗ ആർ യു? കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തി. ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നത് പൂച്ച സാർമാരും ഗ്യാങ്ങുമാണ്. എന്താണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വാട്ട്? എന്താണ്? ഓ, ആരാണ് വരുന്നത്? സർ, ദ OG ഡോക്ടർ പത്മശ്രീ, ദ ലെജൻഡ്. ദിനോസറിന് ശേഷം സർ പദവി കിട്ടിയ രണ്ടാമത്തെ ജീവി. ആ മൂർത്തിക്ക് ഇപ്പോൾ ഒരു പേരേ ഉള്ളൂ, പൂച്ച സാർ. പശുവിനെ പോലെ പാലോ, കോഴിയെ പോലെ മുട്ടയോ, പട്ടിയെ പോലെ സേഫ്റ്റിയോ തരില്ല. പിന്നെ എന്തുകൊണ്ടാണ് പൂച്ച സാറിന് ഇത്ര ഫാൻസ്? 1.5 കിലോ വെയിറ്റ് വെച്ചിട്ടുള്ള ഇവന്മാരുടെ 1.5 ടൺ കഴപ്പ്. അതിലൊരാൾക്കൊരു ക്രിമിനൽ ലുക്ക് ഉണ്ട് സാർ. എടാ പിറ്റ്ബുള്ളാടാ, എടാ കള്ളം കഴിവേറി, അത് പിറ്റ്ബുള്ളാണ്. പിറ്റ്ബുളിനെയൊക്കെ കണ്ട സാമാനം വരെ വിറയ്ക്കണം. പക്ഷെ ഈ സാധനം കണ്ടില്ലേ, 1 സെന്റിമീറ്റർ പോലും പുറകോട്ട് പോകുന്നില്ല. മാത്രമല്ല അങ്ങോട്ട് സ്ക്രാച്ച് നിൽക്കുവാണ്. ഇവൻ എന്താ പേടിക്കാത്ത എന്ന് ചിന്തിക്കുകയാണ് പിറ്റ്ബുൾ. എന്നാൽ പേടിക്കാൻ ഒരു മിനിമം ബുദ്ധി വേണം, അതുപോലെ ഇവനില്ല. ഉലകത്തിൽ വെള്ളത്തിനെ അല്ലാതെ ഇവന്മാർക്ക് ഒന്നിനെയും പേടിയില്ല. ആണ്ടേ, ജനിച്ചിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. കുരിപ്പിന് പട്ടികളുമായിട്ട് ഗ്യാങ് വാർ വേണം. സിംഹത്തിനെ കണ്ടവരെ സ്ക്രാച്ച് ഇടാൻ പോകും. എന്തിന്? കടുവട. ഓരോ ദിവസവും ഇവന്മാർക്ക് പോരാട്ടമാണ്. അത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. റോഡിലൂടെയാണോ പോണേ? സ്ഥലം പറഞ്ഞിട്ട് പോടാ. ഒറ്റൊരുത്തൻ റെസ്പെക്റ്റ് ഇല്ല. പിറ്റ്ബുള്ളുകളുടെ കൂടെ വളർത്തിയ ഈ പൂച്ച വിചാരിക്കുന്നത് താനും ഒരു പിറ്റ്ബുള്ളാണെന്നാണ്. ഓ, ആരെങ്കിലും അവന് പറഞ്ഞു കൊടുക്കടാ. ആ നിൽപ്പ് കണ്ടില്ലേ? പിറ്റ്ബുളിനേക്കാളും റിയലായിട്ട് ആണ് ഇവൻ പിറ്റ്ബുള്ളായിരിക്കുന്നത്. കണ്ണാടി കണ്ട അണ്ണൻ തകർന്നു പോകും. ദിസ് ഈസ് ദ കോൺഫിഡൻസ്. ഹീ ഈസ് മോർ പിറ്റ്ബുൾ ദാൻ പിറ്റ്ബുൾ. ഞങ്ങൾ രണ്ടുപേരോടും മുട്ടാൻ ആരുണ്ടാ? ആ നോട്ടം കണ്ടില്ലേ? ആ സൗണ്ട് കണ്ടില്ലേ? എന്റെ വീട്ടിൽ മനുഷ്യനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ തെണ്ടിനെ ആരാണ് ഇവിടെ പിടിച്ചിരുത്തിയത്? മമ്മി, എന്നാലും ഇത് വേഗം ഫോട്ടോ എടുക്കടാ, ഇല്ലെങ്കിൽ ഇവന്മാർക്ക് പിടി കിട്ടും. കണ്ണ് കുറച്ച് ടെറർ ലുക്ക് ആവാം. ഓ, ഈ കാര്യത്തിൽ ഇവന്മാരില്ല. അതിൻ്റെ മനുഷ്യനെക്കാളും 10 ഇരട്ടി റിയാക്ഷൻ സ്പീഡാണ് ഈ പൂച്ചകൾക്ക്. 0.02 സെക്കൻഡ്സ്, 20 മില്ലി സെക്കൻഡ്സ് ആണ് ഇതിന്റെ ഒക്കെ റിയാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് പാമ്പ് പത്തി വിടർത്തണം എന്നിങ്ങനെ ആലോചിക്കുന്നതിന് മുമ്പേ അടി വീഴും. ഭയങ്കര ടാലന്റാ. രാത്രിയിലെ 4K വിഷൻ. എങ്ങനെ വീഴാൻ 4 കാലിലേ വീഴുള്ളൂ. പക്ഷെ റോഡ് ക്രോസ് ചെയ്യാൻ മാത്രം അറിയില്ല. ஓஹோ, அப்படி முன்னெச்சரிக்கையா இருக்கீங்க. இப்ப என்ன பண்ணுவ? 852 കോടി ആസ്തി, 40 ലക്ഷം ഫോളോവേഴ്സ്. ലോകത്തിലെ ഏറ്റവും റിച്ച് പൂച്ച, നാലാ ക്യാറ്റ്. നല്ല പുഴമീൻ പിടിച്ചുതരാ. ഒരു 10 കോടി തരുമോ? ഇത് 2 പട്ടികൾ പൂച്ചേനെയാണോ പൂച്ച പട്ടീനെയാണോ അറ്റാക്ക് ചെയ്യുന്നത്? മനസ്സിലാകുന്നില്ല. എലികളുടെ ഫൈറ്റിന് റെഫറി ആയി നിൽക്കുന്നത് സാർ ജോൺ സീന. അത് ഫൗളാണ്, മലത്തി അടിക്കുന്ന ഫൗളാണ്. എടാ മെല്ലെ അടി കൂടി നീങ്ങി പോ പൊട്ടൻ. നമ്മൾ ഫൈറ്റിംഗാന്ന് വിചാരിച്ചിരിക്കുന്നത്. വീട്ടിൽ വലിഞ്ഞു കയറി വന്ന പൂച്ച സാർ ഒരു മീൻ കൊടുത്തു. പിറ്റേ ദിവസം മുതൽ പൂച്ച സാർ. സ്വാഭാവികം. ആദ്യത്തെ ദിവസം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ ഇവന്മാര് ഇതെല്ലാം എൻ്റെ തന്തട സ്ഥലം എന്നുള്ള പോലെയുള്ള ഇരിപ്പായിരിക്കും. നിന്നെ ഓണറാക്കി ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറയും. പല ആളുകൾ ഇവന്മാരെ കുറിച്ച് നന്ദിയില്ല, സ്നേഹമില്ല, ഉപകാരമില്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ വീട്ടിലൊരു എലി വന്ന് നോക്കണം, ഇവന്മാരൊരു കോപ്പും ചെയ്യൂല. ചുമ്മാ ആറ്റിറ്റ്യൂഡും കാണിച്ചിരിക്കും. പണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നു, ഇപ്പൊ ഫുൾ ആറ്റിറ്റ്യൂഡാ. പാമ്പൊക്കെ വരുമ്പോൾ എന്തൊക്കെയോ കഴപ്പ് കാണിക്കാറുണ്ട്, അത് ശരി തന്നെ. വീട്ടിൽ പാമ്പ് വന്നിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നിര്യാതരായ ഒരുപാട് പൂച്ച സാർമാരുണ്ട്. അവരെ ഈ നിമിഷം നമുക്ക് സ്മരിക്കാം. ഓ, റിയാക്ഷൻ കണ്ടില്ലേ? റിഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. സത്യം പറഞ്ഞ ഓവർ ടാലന്റാ. ഓ, നീ ഒന്ന് തൊട്ട് നോക്ക്, നീ ഒന്ന് അടിച്ചു നോക്ക്. നീ ചിന്തിക്കുന്നതിന് മുമ്പേ അടി വീഴും. DNA കടുവയുടെയാ. പക്ഷേ
എന്തോ സോഫ്റ്റ്വെയറിൽ എന്തോ ക്രാഷ് പറ്റിയിട്ട് ഈ സൈസിൽ ജനിച്ചു. ഇന്നത്തേക്കുള്ള എന്റർടൈൻമെന്റ് ആയി. ഇവന്മാർക്ക് വെള്ളം വേസ്റ്റ് ചെയ്തെന്ന് അറിയില്ലേ? അതാ പോയി. ഓ തകർന്നു. കണ്ടു. അപമാനം. ചിരിക്കുന്നോ? സാറിന് ഡിപ്രഷനായി. ഓറഞ്ച് ക്യാറ്റ്. കഴപ്പ് കുറച്ച് കൂടുതലാണ് ഇവന്മാർക്ക്. വാലി വെച്ചുള്ള പെർഫോമൻസ്. ആക്ടർ, ഡോക്ടർ, ഫൈറ്റർ, ബോക്സർ എല്ലാമാണ് അണ്ണൻ. അച്ഛൻ വല്ല കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഗോൾഡോ റബ്ബറോ ഉള്ളി. സംസാരശേഷി കൊടുക്കാത്തത് ഭാഗ്യം. യാർക്കിട്ട് നല്ല ചില്ലി വെതർ. അണ്ണ യാര്? മൈക്കിൾ കാറ്റ്സൺ. എടാ എന്താ മൂവ്മെന്റ്സ് ഇതൊക്കെ ആരടാ പടച്ചു വിടുന്നേ? ഓ ആ ലാസ്റ്റത്തെ മൂവ്മെന്റ് സിഗ്നേച്ചർ സ്റ്റെപ്സ് ആണ് മൊത്തം. ഇതിപ്പോ ഞാനാണ് കോഴി, നീയാണ് കോഴി. ഡിസ്റ്റർബ് ചെയ്തതാ. ആ കണ്ണുകളിലെ തീഷ്ണത. ഓ വാസുവണ്ണൻ. ഒരു പോത്തിനെ വാങ്ങി തരുമെന്ന് വെച്ചാൽ ഒരു കടം വാങ്ങിയിട്ട് വാങ്ങി തന്നു. അതിന് ഈ നാടും നമ്മളൊന്നും പരിചയമില്ലല്ലോ. വലിച്ചങ്ങോട്ട് പാഞ്ഞു. പിന്നെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് കെട്ടാനോ വെള്ളം കൊടുക്കാനോ എന്തിനേ പോയാ പിന്നെ എന്നെ ആട്ടും. 2-3 കുറി ഇന്നങ്ങനെ ആട്ടിയാ. പക്ഷേ മാറിന് അല്ല കൂട്ട എന്താ എന്റെ വിചാരം? ഞാനല്ലേ ഇപ്പൊ എനിക്ക് എന്നെ കുളിപ്പിച്ചെന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ല ശുണ്ടുമോള് പറഞ്ഞ ഒരു പൂച്ച. അതും ഇങ്ങോട്ടുണ്ട് ഈ എകരത്തിലും ഇങ്ങോട്ട് കൊന്നിക്കണ വാലൊക്കെ പൊന്തിച്ചങ്ങാണ്ട് ഈ പോത്തിന്റെ അടുത്തേക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു ഈ പൂച്ച അമ്മക്ക് വേണ്ടിട്ട് ആ പോത്തിനോട്. മിനിറ്റ നേരം കൊണ്ട് പിന്നെ ആ പോത്ത് പിന്നെ അന്ന് തൊട്ട് ആ പോത്തിനെ കുത്തിയിട്ടില്ല. ഇതാണ് ആരൊക്കെ പറഞ്ഞാലും അത് വിശ്വസിച്ചുണ്ടാവില്ല. ഇതാര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. വേറെ ഏത് ജീവിയാണെങ്കിൽ കുഴപ്പമില്ല. ഇവന്മാര് ഇതല്ല ഇതിന് അപ്പുറം ചെയ്യും. ദിനോസറിനെ സ്ക്രാച്ച് ഇടാൻ പറ്റില്ല എന്ന് വിഷമിക്കുന്നവന്മാരാണ് ഇവന്മാര്. പൂച്ച സാറിന്റെ ഡൈ ഹാർഡ് ഫാൻസ് ലൈക്ക് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഗൈസ്. ബൈ.